നമസ്കാരം. പി ദിവ്യ ജയിൽ മോചിതയാകുന്നതോടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസ് അന്വേഷണവും നിലയ്ക്കും. ഇതോടെ നിയമ പോരാട്ടത്തിന് പുതിയ മുഖം കൈവരുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞത് ഇതിന്റെ സൂചനയാണ്. കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടുവെന്നതിന് സന്തോഷമുണ്ട്. ഒരു കേസാകുമ്പോൾ എല്ലാ ഭാഗവും പരിശോധിക്കും. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. 4-ാം തീയതി കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച നവീൻ ബാബു 6-ന് TV പ്രശാന്തിനെ കണ്ടതായിട്ടുള്ള CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളുമുണ്ട്. കിലോമീറ്ററുകൾ താണ്ടിയാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നും നവീൻ ബാബുവിനെ കാണാൻ പ്രശാന്ത് എത്തിയത്. ഇതെന്തിനാണെന്ന കാര്യം അന്വേഷണ സംഘമാണ് പരിശോധിക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് പറയുന്നു. എന്നാൽ ഇതെല്ലാം നവീൻ ബാബുവിനെ കുടുക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയാണ്. ചെങ്ങളായി മാഫിയ ആയിരുന്നു ഇതിനു പിന്നിൽ. എന്നാൽ അന്വേഷണത്തെ വെറുമൊരു ആത്മഹത്യാ പ്രേരണയിൽ ഒതുക്കിയ പോലീസാണ് ദിവ്യയ്ക്ക് ജാമ്യം ഉറപ്പിച്ചതെന്ന വാദവും ശക്തം. മാധ്യമ കോലാഹലം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും സത്യം മറച്ചുവെക്കാൻ കഴിയില്ല. കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു. കളക്ടറുടെ മൊഴി ഉൾപ്പെടെ കോടതിയിൽ പ്രതിഭാഗം സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കാര്യങ്ങൾ ബോധ്യമായതിനാലാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘവുമായി പി ദിവ്യ പൂർണ്ണമായി സഹകരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന ദിവ്യയ്ക്ക് ആശ്വാസമാണ് കോടതി വിധി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെ പ്രതിരോധത്തിലാക്കി കളക്ടറേറ്റ് ജീവനക്കാരുടെ നിർണായക മൊഴിയുണ്ടായിരുന്നു. കളക്ടറുമായി നവീൻ ബാബു അത്ര നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇതൊന്നും കോടതിക്ക് മുമ്പിലെത്തിയില്ല. കളക്ടറും ദിവ്യയും തമ്മിലെ ഫോൺ വിളികളും ചർച്ചയാക്കിയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഒളിച്ചുകളി പ്രോസിക്യൂഷൻ നടത്തി. ഒരു പ്രതി മാത്രമാണ് കേസിലുള്ളത്. ഇതൊരു ആത്മഹത്യ പ്രേരണ കേസാക്കി അന്വേഷണം അവസാനിപ്പിക്കും. ദിവ്യക്കെതിരെ കുറ്റപത്രവും നൽകിയേക്കും. അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയൊന്നും ഒരു കാലത്തും പോലീസ് ചർച്ചയാക്കില്ല. നവീൻ ബാബു കണ്ണൂരിൽ ADയുമായി ജോലിയിൽ പ്രവേശിച്ച ദിവസം അരമണിക്കൂർ വൈകി എത്തിയതിന് കളക്ടർ മെമ്മോ നൽകിയിരുന്നുവെന്ന് ജീവനക്കാർ റവന്യൂ വകുപ്പ് അന്വേഷണ സമയത്ത് മൊഴി നൽകിയിരുന്നു. അന്ന് മുതൽ ഇരുവരും അകൽച്ചയിലായിരുന്നു. അവധി നൽകുന്നതിൽ കളക്ടർ സ്വീകരിച്ചിരുന്ന സമീപനവും നവീൻ ബാബുവിന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ഞായറാഴ്ച പോലും ഡ്യൂട്ടി കയറാൻ നിർദ്ദേശിച്ചിരുന്നു. കളക്ടറുമായി സംസാരിക്കാൻ പോലും നവീന് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ജീവനക്കാരുടെ മൊഴിയിലുണ്ട്. യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് കണ്ട് തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുവെന്ന കളക്ടറുടെ വാദങ്ങളെ തള്ളുന്നതാണ് ജീവനക്കാർ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ നൽകിയിരിക്കുന്ന മൊഴി. ഇതെല്ലാം കോടതിയിൽ എത്തിയിരുന്നുവെങ്കിൽ നിർണായക തെളിവായി മാറിയേനെ. റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലും കോടതിക്ക് മുന്നിലെത്തിയില്ല. ഇതിനൊപ്പം ദിവ്യ പോലീസ് കസ്റ്റഡിയിലും വാങ്ങും. വെറും ഒരു ആത്മഹത്യ പ്രേരണ കേസിൽ വെറുതെ ആരെയും ജയിലിലടക്കാൻ കോടതിക്ക് കഴിയില്ല. ആത്മഹത്യ കേസിലെ എല്ലാ മാനങ്ങളും ചർച്ചയാക്കിയിരുന്നുവെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു. കളക്ടറുമായി നവീൻ ബാബുവിന് യാതൊരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. കളക്ടർ പറയുന്നത് നുണയാണെന്നും മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ജീവനക്കാരും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് മൊഴി നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് താൻ എത്തിയത് കളക്ടറുടെ ക്ഷണപ്രകാരമാണെന്നാണ് കേസിൽ അറസ്റ്റിലായ CPM നേതാവ് പി ദിവ്യ ആവർത്തിക്കുന്നത്. എന്നാൽ കളക്ടർ ഇത് നിഷേധിക്കുകയായിരുന്നു. അപ്പോഴും തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞെന്ന് കളക്ടർ ആവർത്തിച്ചു. ഗുരുതര വീഴ്ച വരുത്തിയ കളക്ടറെ മാറ്റാതിരുന്ന സർക്കാർ നിലപാടും കേസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതോടെ കളക്ടറാണ് ശരിയെന്ന തരത്തിലെ വിലയിരുത്തൽ കോടതിക്ക് മുന്നിലേക്ക് ഉയർത്താനും പ്രതിഭാഗത്തിനായി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നവീൻ ബാബു കേസിനെ അട്ടിമറിക്കുകയായിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നതിനിടെ ജാമ്യം ലഭിച്ച പി ദിവ്യയെ കാണാൻ ജയിലിലേക്ക് CPM നേതാക്കൾ എത്തിയത് നവീൻ ബാബുവിനെതിരായ സന്ദേശമാണ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളുമാണ് ജയിലിലെത്തിയത്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്ന് ബിനോയ് കുര്യൻ പറഞ്ഞു. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവരെ തള്ളിക്കളയേണ്ട കാര്യമില്ലെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥും എത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത്. ഈ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെ അടുത്ത ബന്ധുവാണ് AV ഗോപിനാഥ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ PK ശ്യാമള, സരള, N സുകന്യ എന്നിവരും ദിവ്യയെ കാണാനെത്തിയിരുന്നു.